ഹലോ എവരിവൺ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും തന്നെ, അല്ലെ? പക്ഷെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ല. ഇതിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാല് ചിലർക്ക് കാരണങ്ങൾ എന്താണെന്ന് പോലും തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഒന്ന് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് പലപ്പോഴും നമ്മളുടെ സന്തോഷം ഇല്ലായ്മയുടെ അല്ലെ സന്തോഷം ഉണ്ടാകാത്തതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എനിക്ക് സന്തോഷിക്കാൻ അർഹതയില്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങൾ കൊണ്ടും എനിക്ക് സന്തോഷിക്കാനായിട്ടുള്ള യോഗ്യതയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നുള്ള ചിന്ത കൊണ്ടാണ്. എനിക്ക് സന്തോഷിക്കാൻ അർഹതയില്ല എന്ന് നമ്മളൊരു സ്വയം വിലയിരുത്തുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നിൽക്കുന്നത് നമ്മുടെ കഴിഞ്ഞ കാലത്ത് നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അല്ലെ പാസ്റ്റ് സിൻസ് ആകും. എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് അല്ല, അല്ലെ? ചില വ്യക്തികൾ അവരുടെ പാസ്റ്റ് ലൈഫിൽ പഴയ കാലഘട്ടങ്ങളിൽ ഒരുപാട് പാപങ്ങൾ അല്ലെ മോശപ്പെട്ട രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറും. അവരുടെ ആ പെരുമാറ്റം മൂലം വേദനിക്കുന്ന ഒരുപാട് പേര് അവരുടെ ചുറ്റിനും കാണും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ വർത്തമാന കാലത്തിൽ പ്രസന്റിൽ ജീവിക്കുമ്പോൾ അവർക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കില്ല. കാരണം എന്റെ പാപങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ മൂലം വേദനിക്കുന്ന ഒരുപാട് പേര് എന്റെ ചുറ്റിനും ഉണ്ട് എന്ന് കരുതുമ്പോൾ ആ കുറ്റബോധവും ആ ഒരു പശ്ചാത്താപവും ഒക്കെ വരുമ്പോൾ അവർ സ്വയം അവരെ തന്നെ വേദനിപ്പിക്കുകയാണ്. എനിക്ക് സന്തോഷിക്കാൻ എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഓരോ കാര്യങ്ങളുണ്ട് എങ്കിലും എനിക്ക് അതിന് അർഹതയില്ല എന്ന്. അതിജീവിച്ചതിന്റെ കുറ്റബോധം അല്ലെങ്കിൽ സർവൈവേഴ്സ് ഗിൽറ്റ് എന്ന് പറയാം. അതായത് നമ്മള് കുറച്ചു പേര് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ഒരു അപകടം സംഭവിച്ചുവെങ്കിൽ അതിൽ നമ്മൾ മാത്രം രക്ഷപ്പെട്ടു, അല്ലെ നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോയി എവിടെയെങ്കിലും പോയപ്പോൾ ഒരു അപകടത്തിൽ നമ്മൾ മാത്രം രക്ഷപ്പെട്ടു എങ്കിൽ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ കാലത്ത് സംഭവിച്ചതാണ് എങ്കിലും അങ്ങനത്തെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ അതും നമ്മളുടെ പ്രസന്റിലെ സന്തോഷത്തെ സാരമായിട്ട് തന്നെ ബാധിക്കും. അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തി ഒരു അപകടത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വല്ലാത്ത സാഹചര്യത്തിൽ നിൽക്കുകയാണ്, നമുക്ക് ആ വ്യക്തിയെ ആ ഒരു സാഹചര്യത്തിൽ രക്ഷിക്കാൻ സാധിച്ചില്ല, ഒരു ഇരയെ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിലും ആ ചിന്തയും നമ്മുടെ മനസ്സിലെപ്പോഴും ഞാൻ അന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ആ വ്യക്തി രക്ഷപ്പെടുമായിരുന്നു, അല്ലെ ആ വ്യക്തിക്ക് ഒരു അപകടം സംഭവിക്കില്ലായിരുന്നു എന്നുള്ള ചിന്ത അല്ലെ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടായി കഴിയുമ്പോഴും അതും നമ്മളുടെ പ്രസന്റിനെ സാരമായിട്ട് ബാധിക്കും. ട്രോമ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് മോശം അനുഭവങ്ങളും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നേരിടേണ്ടി വന്നതെങ്കിൽ ആ ചിന്ത നമ്മളുടെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും, അല്ലെ? ഞാൻ എന്തോ ഒരു തെറ്റുകാരി ആയതുകൊണ്ടാണ് അല്ലെ തെറ്റുകാരനായതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ മോശപ്പെട്ട ഒരു അനുഭവം മറ്റുള്ളവരുടെ നിന്ന് അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള ചിന്ത. ഇങ്ങനെയുള്ള അവസ്ഥകൾ ഇനി ആവർത്തിക്കുമോ എന്നുള്ള ഭയം. ഈ ലോകം ഒന്നും അത്ര സുരക്ഷിതമല്ല, അല്ലെ? ആരെയും വിശ്വസിക്കാൻ കൊള്ളുകയല്ല. ഈ ചെറുപ്പത്തിൽ നമുക്കുണ്ടായ ആ ഒരു ദുരനുഭവത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴും മനസ്സിനെ നമ്മളെ ആ ചൈൽഡ്ഹുഡ് പാസ്റ്റ് ട്രോമ നമ്മളെ അലട്ടുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് പ്രസന്റിൽ, അതൊക്കെ കഴിഞ്ഞ കാര്യമായിരിക്കാം, പണ്ട് നടന്ന ഒരു സംഭവം, പക്ഷെ നമ്മളിപ്പോ വളർന്നു, പക്ഷെ എന്നാലും നമുക്ക് ഈ ഒരു ചിന്ത കാരണം സന്തോഷിക്കാൻ പലപ്പോഴും സാധിക്കാതെ വരും. മാതാപിതാക്കളുടെ ആശങ്ക, മക്കൾ എത്ര വലുതായാലും അവരെ കുറിച്ചുള്ള ആകുലതകളും ആശങ്കകളും മാതാപിതാക്കൾ ഒരിക്കലും വിട്ടുമാറില്ല, അല്ലെ? ഇതും നമ്മളുടെ സന്തോഷമില്ലായ്മയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. മക്കള് ചെറുപ്രായത്തിൽ അവരെങ്ങനെയെങ്കിലും ഒന്ന് വളർന്നാൽ മതി എന്ന് ചിന്തിക്കും. വളർന്നു കഴിയുമ്പോൾ അവരുടെ ഓരോ ജീവിതഘട്ടത്തിലും അവര് ഇപ്പൊ ജോലി കിട്ടിയില്ല, അല്ലെ വിവാഹം സമയത്തിന് നടക്കുന്നില്ല, ഇതെല്ലാം മാതാപിതാക്കൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴും മക്കൾ വളർന്നു കഴിഞ്ഞാലും അവരെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ മക്കളെ കുറിച്ചുള്ള ആകുലതകൾ ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കാതെ വരും. നമ്മളെ കുറിച്ച് നമുക്ക് മോശം ഒരു ഇമേജ് ആണ് ഉള്ളത് എങ്കിൽ അതും നമ്മുടെ സന്തോഷമില്ലായ്മയ്ക്ക് ഒരു കാരണമായിട്ട് മാറും. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്താണ് ജീവിക്കുന്നത്, അല്ലെ? അവര് കൊള്ളാം, എന്നെ ഒന്നിനും കൊള്ളില്ല, ഐ എം എ ലൂസർ. ചില വ്യക്തികൾ എപ്പോഴും അവരോട് പറയുന്ന കാര്യമാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തതാണ്. ഇങ്ങനെയുള്ള ചിന്തകളാണ് നമ്മളുടെ മനസ്സിലല്ലേ എപ്പോഴും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാലും നമുക്ക് സന്തോഷിക്കാൻ സാധിക്കാതെ. ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ചിന്തകളായിരിക്കും പലപ്പോഴും നമ്മളുടെ സന്തോഷം കെടുത്തുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പലപ്പോഴും പല വ്യക്തികൾക്കും ഇതൊക്കെയാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തൊക്കെയാണ് ഈ ദുഃഖത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അപ്പൊ നമ്മളുടെ സന്തോഷമില്ലായ്മയുടെ കാരണം, റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്തിയാൽ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ അവസ്ഥകളെ മാറ്റിയെടുത്തേ പറ്റൂ, അല്ലെ? ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അത് വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടമാണ്. സന്തോഷം വരുമ്പോൾ അത് ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ നമ്മൾ സന്തോഷം കണ്ടെത്തിയേ മതിയാവും. അപ്പൊ എങ്ങനെ നമുക്ക് ഈ പറഞ്ഞ കോഴ്സുകളിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വരാനായിട്ട് ശ്രമിക്കാമെന്ന് നോക്കാം. അതിൽ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് മേക്ക് അമെൻമെന്റ്സ്, മാറ്റങ്ങൾക്ക് നമ്മൾ തയ്യാറാവുക. ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കോഴ്സുകളിൽ കാരണങ്ങളിൽ ചിലതിലൊക്കെ നമുക്ക് ഒരു മാറ്റം പ്രസന്റിൽ വരുത്താൻ സാധിക്കും.
ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങളുടെ ഒരു മോശപ്പെട്ട സ്വഭാവം കാരണം അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ആരോടെങ്കിലും വളരെ മോശമായ രീതിയിൽ പെരുമാറി അതുമൂലം ആ വ്യക്തിക്ക് ഒരുപാട് വേദന ഉണ്ടായി എങ്കിൽ നിങ്ങൾക്ക് പ്രസന്റിൽ എന്ത് ചെയ്യാൻ സാധിക്കും? കഴിയുമെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് മാപ്പ് പറയാം, അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് ആ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മളെപ്പോഴും എനിക്ക് ഒരാളോട് ദേഷ്യമുണ്ട്, അല്ലെ എന്നോടൊരു വ്യക്തി വഴക്കിട്ട് ആ ഒരു ചിന്ത എന്റെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്നിടത്തോളം കാലം എനിക്ക് ആത്മാർത്ഥമായിട്ട് ചിരിക്കാനോ സന്തോഷിക്കാനോ സാധിക്കില്ല. അപ്പോൾ ആ വ്യക്തിയോട് സംസാരിക്കാൻ ഞാൻ മുന്നിട്ട് ഇറങ്ങുമ്പോൾ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ അവിടെ ഞാൻ ചെറുതാകുമല്ല ചെയ്യുന്നത്, പകരം ഞാൻ എന്റെ സന്തോഷവും സമാധാനവും തിരിച്ചു പിടിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ നമ്മൾ ആ വ്യക്തികളോട് സംസാരിക്കാനായിട്ട്, ചിലപ്പോൾ നമ്മൾ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള വ്യക്തിയാവും. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കാകുമെങ്കിൽ അങ്ങനെയുള്ളവരോട് സംസാരിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം കെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്, കഴിഞ്ഞ കാലത്ത് അതായത് നമ്മുടെ പാസ്റ്റില് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തില്ല എന്നുള്ള ഒരു ചിന്തയായിരിക്കും. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് സന്തോഷിക്കാൻ സാധിക്കില്ല. ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മളെ തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക. ഞാൻ കഴിഞ്ഞ കാലത്ത് എന്റെ ആ സാഹചര്യങ്ങളിൽ, പലപ്പോഴും പരിമിതമായ സാഹചര്യങ്ങൾ കൊണ്ടാവാം നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ട രീതി നമുക്ക് ചെയ്യാൻ കഴിയാതെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളെ തന്നെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് പറയുക, അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ എനിക്കാകുന്ന രീതിയിൽ ഞാൻ ചെയ്യേണ്ടതുപോലെ ചെയ്തു എന്ന് പറയാൻ അല്പം ബുദ്ധിമുട്ടാണ് എങ്കിലും നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യുക, റിപ്പീറ്റ് ആയിട്ട് നമ്മൾ പറയുക. നമ്മളുടെയൊക്കെ ഏറ്റവും വലിയ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, നമ്മൾ വർത്തമാന കാലത്തിലാണ് ജീവിക്കുന്നതെങ്കിലും പലപ്പോഴും ഈ വർത്തമാന കാലത്തിന്റെ ആ ഒരു ലെൻസിലൂടെ തന്നെ നമ്മൾ പാസ്റ്റിനെ, കഴിഞ്ഞ കാലത്തെ നോക്കി കാണാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ എപ്പോഴും നമ്മളോട് പറയേണ്ട കാര്യം, ഇപ്പൊ നന്നായിട്ട് പഠിച്ചില്ല അതുകൊണ്ട് എനിക്ക് നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ എപ്പോഴും പ്രായമായാലും നമ്മളെ അലട്ടുന്ന ചിന്ത എന്താണ്? അന്ന് ഞാൻ ശരിക്ക് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് നല്ല നിലയിലെത്തി, എന്റെ കൂടെ പഠിച്ചവരൊക്കെ ഉയർന്നു പോയി, ഞാൻ മാത്രം ഒന്നും എത്തിയില്ല എന്നുള്ള ചിന്ത. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളോട് പറയുക, അന്നത്തെ എന്റെ സാഹചര്യം വെച്ചും ചുറ്റുപാട് വെച്ചും ഞാൻ ചെയ്യാൻ കഴിയുന്നത് ചെയ്തു എന്ന് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ താനെ നമുക്ക് ആ ഒരു സന്തോഷം ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സന്തോഷമില്ലായ്മയുടെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമ ആയിരിക്കും. ചെറുപ്പത്തിൽ നമുക്ക് ഏൽക്കേണ്ടി വന്ന മാനസികമായും ശാരീരികമായിട്ടും ഉണ്ടായിട്ടുള്ള മുറിവുകൾ കാണും. അത് നമ്മൾ മാറ്റിയെടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാണ്ട് ശ്രമിക്കുക. പലപ്പോഴും ഇങ്ങനെയുള്ളൊരു ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു ദുരനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ചിന്ത ഇപ്പോഴും നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആ ചിന്ത വരുമ്പോൾ അതിനെ മാറ്റാൻ ശ്രമിക്കുകയാണ്. പക്ഷെ വീണ്ടും വീണ്ടും ആ ചിന്ത ആവർത്തിച്ച് മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. ഇവിടെ അതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. കഴിഞ്ഞ കാലത്തിലെ ആ ഒരു വേദനകൾ നമ്മളെ ഇപ്പോഴും അലട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തിന്, ആ മുറിവിന് മരുന്ന് വെക്കുക തന്നെ വേണം. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന, ആവശ്യമെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെ കാണുക. നമ്മളൊക്കെ തുറന്നു പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു അനുഭവിച്ച ആ വേദനകളും വിഷമതകളും ഒക്കെ അവരോട് പറയാൻ നമ്മൾ തയ്യാറാവുമ്പോൾ അത് നമ്മുടെ ആ പഴയ കാലം മുറി ഉണക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ സന്തോഷം കെടുത്തുന്ന സെൽഫ് ക്രിറ്റിസിസം, നമ്മളെ തന്നെ എപ്പോഴും വിമർശിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന സ്വഭാവം അല്ലെ, അവിടെ പലപ്പോഴും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്നെ ഒന്നിനും കൊള്ളില്ല, അല്ലെ എനിക്ക് കഴിവില്ല എന്നുള്ള ചിന്തയാണ് അല്ലെ. അപ്പോൾ നമുക്ക് കഴിവുകൾ ഇല്ല എങ്കിൽ, കുറവാണ്, എന്ത് ചെയ്യണം? നമ്മൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കണം. അവിടെ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാവുക. കഷ്ടപ്പെടാതെ നമുക്ക് ഈ ജീവിതത്തിൽ നിന്നല്ല ഒരിക്കലും നമുക്ക് ഈ ലോകത്തൊന്നും നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ചുറ്റിനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ആയിട്ടുണ്ട് എന്ന് നമ്മൾ കരുതുന്നവരെ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അധ്വാനം തന്നെയാണ്, ഹാർഡ് വർക്ക് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനം. അധ്വാനിക്കാൻ നമ്മൾ തയ്യാറായെങ്കിൽ ഭാഗ്യം പോലും നമ്മളെ തേടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്നെ ഇനി ഒന്നിനും കൊള്ളില്ല, അല്ലെ എനിക്ക് കഴിവില്ല, പഠിക്കാൻ കൊള്ളില്ല, ജോലിയിൽ ശോഭിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന നേരത്ത് പഠിക്കാനും ജോലിയിൽ കൂടുതൽ ശോഭിക്കാനും ഒക്കെ ശ്രമിക്കേണ്ട കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്യുക. അധ്വാനം, ഹാർഡ് വർക്ക്, അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്താൽ നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമ്മൾ തന്നെ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. പുറത്തുനിന്ന് ഒരാൾക്ക് കൊണ്ട് തരാനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മരുന്ന് കഴിച്ചോ ഇഞ്ചെക്ട് ചെയ്തോ ഒന്നും നമ്മളുടെ ജീവിതത്തിലെ ഹാപ്പിനെസ് എന്ന് പറയുന്ന കാര്യം കൊണ്ട് തരാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിൽ സന്തോഷിക്കണമെങ്കിൽ നമ്മൾ തന്നെ പരിശ്രമിക്കണം. ഇനി സന്തോഷം കെടുത്തുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിലുള്ളത് എന്ന് നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുതരാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല കാര്യം. അങ്ങനെയുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത്, സന്തോഷം ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ അത് തിരിച്ചറിയുക, അതിനുള്ള പരിഹാര മാർഗങ്ങൾ നേടാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.